ചക്കയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞാൻ അപ്പിഡ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട്, ആഗ്രോ എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന്, ആഗ്രോ പ്രോസസ്ഡ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ അതോറിറ്റി മെമ്പറായിരുന്നു കഴിഞ്ഞ 2 വർഷം. ഇപ്പോൾ ജസ്റ്റ് ടേം കഴിഞ്ഞതേ ഉള്ളൂ. അതിൽ ഞാൻ ആ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ എക്സിബിഷനും മറ്റും വരുമ്പോൾ ഈ ചക്കയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രത്യേക പാക്കേജ് കൂടി നൽകണം. അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഇപ്പോൾ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെ ചക്കയിൽ നിന്ന് ഏതാണ്ട് ഒരു 10ഓളം ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ചക്കയുടെ ബിരിയാണി, ചക്കയുടെ ബർഗർ, ചക്കയുടെ സമോസ, സ്പ്രിംഗ് റോൾ, കട്ട്ലറ്റ്, ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി ഐറ്റം. ഞങ്ങളിപ്പം നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്യൂട്ടി ഫ്രീയിൽ ഇപ്പോൾ വിദേശികൾ വരുമ്പോൾ അവർക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടുവന്ന് ഹീറ്റ് ചെയ്ത് മൈക്രോയിൽ വെച്ച് ഹീറ്റ് ചെയ്ത് മാത്രം കഴിക്കാവുന്ന സംവിധാനത്തിൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു ഉത്തേജനം നൽകുന്ന പാക്കേജ് ഉണ്ടാകണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പല ലെവലിലും. തീർച്ചയായിട്ടും ഗവൺമെൻറ് അഗ്രികൾച്ചർ ബേസ്ഡിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നതിനും നശിച്ചു പോകുന്ന പ്രൊഡക്റ്റുകൾക്ക് പ്രാധാന്യം നൽകണമെന്നും തീരുമാനിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ റിക്വസ്റ്റ് ചെയ്ത്, അത് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ തന്നെയും എക്സ്പോർട്ടിൻ്റെ കണക്റ്റ് ചെയ്ത് വരുന്നൊരു കാര്യം, അതായത് ഇപ്പം നമുക്ക് ഒട്ടനവധി വെജിറ്റബിൾസ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരാനുണ്ട്. നമ്മുടെ ഇവിടെയുള്ള ചക്ക പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിൽ ആവശ്യമുള്ളതുമാണ്. നോർത്ത് ഇന്ത്യയിൽ ചക്ക കുറവാണ്. ഇപ്പോൾ ഡൽഹിയിലോ UP-യിലോ മറ്റ് പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ഈ പ്രൊഡക്റ്റിന് വലിയ ഡിമാൻഡുണ്ട്. അപ്പോൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, റെയിൽവേയിൽ ഒരു ബോഗി ഫ്രോസൺ അല്ലെങ്കിൽ ചിൽഡായിട്ടുള്ളൊരു ബോഗി വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നിപ്പോൾ ട്രാൻസ്പോർട്ട് ട്രക്കിൽ കൊണ്ടുപോവുകയാണെങ്കിൽ 1 കിലോ പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്നതിന് 40 രൂപ വരെ നമുക്ക് ചാർജ് വരും, സമയത്ത് എത്തുകയില്ല. റെയിൽവേയിൽ അങ്ങനെ ഒരു ബോഗി ഗവൺമെൻറ് ഇൻസ്റ്റാൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ സൗത്തിലുള്ള പ്രൊഡക്റ്റ് നോർത്തിൽ പോകാം, നോർത്തിലുള്ള പ്രൊഡക്റ്റ് സൗത്തിൽ വരാം, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറഞ്ഞിരിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യം നമ്മൾ വളരെ പ്രധാനമായിട്ട് നേരത്തെ തൊട്ട് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴത് വീണ്ടും ഈ അടുത്ത സമയത്ത് മിനിസ്റ്റർ കണ്ട സമയത്ത് നമ്മളത് പ്രസൻറ്റ് ചെയ്തു. തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യും. അതിന് വേണ്ടുന്ന ബഡ്ജറ്റിൽ അലോക്കേഷൻ ആവശ്യമാണെങ്കിൽ റെയിൽവേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വോക്കൽ ഫോർ ലോക്കൽ, ലോക്കൽ ഫോർ ഗ്ലോബൽ എന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു തീമുണ്ട്. അതായത് എല്ലാ വില്ലേജുകളിലും ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അത് ഗ്ലോബലൈസ് ചെയ്ത് കൊണ്ടുവരിക, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുക, അതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുക. അത് ഗവൺമെൻറ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനം ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞു. ഞങ്ങളൊക്കെ അതിന് പ്രാതിനിധ്യം നൽകി ചർച്ചയിലും മറ്റും പങ്കെടുത്ത കൂട്ടത്തിലാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് തീരുമാനിക്കാവുന്നത്, ഇപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ട് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്നിപ്പം ഇന്ത്യ സമ്പന്നമായിട്ട് വളർന്നുകൊണ്ട് വരികയാണ്. 2030 ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും 3-ാം സ്ഥാനത്ത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി എത്തുമെന്നുള്ളതുകൊണ്ട് മാനുഫാക്ചറിങ് സെക്ടറിൽ കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. അതുവഴി നമുക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഏറ്റവും കൂടുതൽ ഭാരതം പ്രാധാന്യം നൽകുന്നുണ്ട്. ഇന്നത്തെ പേപ്പറിൽ ഞാൻ കണ്ടത്, അതിൻ്റെ ചിപ്സ് ഉണ്ടാക്കുന്നത് വിദേശത്തുണ്ടാക്കുന്നതിനേക്കാൾ 10-1 വിലയ്ക്ക് ഇന്ത്യയിൽ നിന്ന് സപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സംവിധാനം ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ട്. അതിനു വേണ്ടുന്ന ഫണ്ട് അലോക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഏറ്റവും നല്ല സാമ്പത്തിക രാഷ്ട്രവും സുസ്ഥിരതയുള്ള ഭരണവും ജനങ്ങൾക്ക് സേവ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടി പ്രാധാന്യം നൽകും. ഞങ്ങളെല്ലാവരും ശുഭപ്രതീക്ഷയിലാണ്. ഒരു പ്രത്യേക സെക്ടറിന് വളരെ കൂടുതൽ കൊടുത്ത് മറ്റു സെക്ടറുകളെ ഒഴിവാക്കും എന്ന് ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും തുല്യമായ അവരവർക്ക് അർഹതയായിട്ടുള്ള വിധത്തിൽ ഈ ബഡ്ജറ്റിൽ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി IT സെക്ടറിൽ, അതായത് എംപ്ലോയീസ് ആയിട്ടുള്ളവർക്ക് ഇന്നത്തെ സ്ലാബിനെ വ്യത്യാസപ്പെടുത്തണം. കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി വന്നപ്പോഴത്തേക്ക് ശമ്പളം കൂടുകയും ചെയ്തപ്പോൾ ടാക്സ് റെജീം താഴോട്ട് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും ഏതാണ്ട് ഒരു 15 ലക്ഷം രൂപ വരെ സാലറി നേടുന്നവർക്ക്, ഇൻകം നേടുന്നവർക്ക് ടാക്സ് വരരുത്, അല്ലെങ്കിൽ ഒരു 10% ടാക്സ് ആ ലെവലിലേക്ക് സ്ലാബ് കൊണ്ടുവരണമെന്ന് ഞങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും നടപ്പാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു ബഡ്ജറ്റ് ആയിരിക്കും. നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി ഇതിനെ കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 25-26 ബഡ്ജറ്റ് ഒരു ബാലൻസ്ഡ്, എല്ലാവരെയും ഇൻക്ലൂസീവ് ആക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കുമെന്നാണ് ഞങ്ങൾ ആകെ പ്രതീക്ഷിക്കുന്നത്.
കാരണം 2027 ആകുമ്പോഴത്തേക്ക് ലോകത്തിൻ്റെ മുമ്പിൽ $2 ട്രില്യൺ കയറ്റുമതി ഉണ്ടാക്കിയെടുക്കണം എന്ന് ഗവൺമെൻറ് ആലോചനയുണ്ടായിരുന്നു. അതിന് വേണ്ടുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ എനിക്കും അവസരമുണ്ടായതാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് വേണ്ടി വരുന്ന ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. റോഡ്, റെയിൽവേ, പോർട്ടുകൾ, എയർപോർട്ട്, ഫ്ലൈറ്റ് സംവിധാനങ്ങൾ. കാരണം കയറ്റുമതിക്ക് ഇതെല്ലാം അത്യാവശ്യമാണ്. അതിന് വേണ്ടുന്ന പ്രാരംഭ നടപടികൾ എടുത്തു ഗവൺമെൻറ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ള കാര്യം ഒരു സത്യമാണ്. എന്നാൽ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ കയറ്റുമതി മേഖലയിൽ നിന്ന് എന്തൊക്കെ വേണം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഗവൺമെൻറ്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായവ ഒന്ന്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഷിപ്പിംഗ് ചാർജസ് വളരെ കൂടുതലായിട്ടുണ്ട്. അതായത് കോവിഡിന് മുമ്പ് $4,000-4,500 ഒരു കണ്ടെയ്നർ ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് കയറ്റി വിടുമ്പോൾ ചിലവായിരുന്നു എങ്കിൽ അടുത്ത കാലങ്ങളിൽ അത് $20,000 വരെ പോവുകയും ഇപ്പോഴും ഏതാണ്ട് $8,000-7,000 ലെവലിൽ ഇന്നും അതിൻ്റെ ഫ്രൈറ്റ് ചാർജസ് നിൽക്കുകയാണ്. അത് വരുമ്പോൾ ചൈനയോ മറ്റു രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് കോമ്പറ്റീറ്റീവ് ആകാൻ സാധിക്കുന്നില്ല എന്നൊരു സത്യമുണ്ട്. അതുകൊണ്ട് ട്രാൻസ്പോർട്ട് അസിസ്റ്റൻസ് സ്കീം, പണ്ട് ട്രാൻസ്പോർട്ട് അസിസ്റ്റൻസ് സ്കീം കൊടുത്തിരുന്നു ഗവൺമെൻറ്, അത് പുനഃസ്ഥാപിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇൻട്രസ്റ്റ് സബ്സിഡി, കയറ്റുമതിക്കാർക്ക് എപ്പോഴും മറ്റ് ലോകരാഷ്ട്രങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യണമെന്ന്, പ്രത്യേകിച്ചും ചൈനയുമായിട്ട് കോമ്പീറ്റ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് നമ്മുടെ ഫൈനാൻസിൻ്റെ റേറ്റ്, കോസ്റ്റ്, ബാങ്ക് ചാർജസ് തുടങ്ങിയവ കുറവായിരിക്കണമെന്ന് നിർബന്ധമുള്ള കാര്യം. മൂന്നാമത്, നേരത്തെയൊക്കെ നമുക്ക് എക്സിബിഷന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ MDA എന്ന് പറയും, മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്, അത് ഗവൺമെൻറ് നൽകിയിരുന്നു. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അത് സ്റ്റോപ്പ് ചെയ്തു. അതിനെ പുനഃസ്ഥാപിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന, അതായത് ഈ കയറ്റുമതിക്കാർക്ക് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറിൽ ഇപ്പം പ്രൊഡക്റ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞൊരു സ്കീം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതിന് 25 കോടിയിൽ കൂടുതൽ ടേൺ ഓവറുള്ള കമ്പനികൾക്കാണ് അത് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഒരു റിക്വസ്റ്റ്, ഈ സാധാരണ MSME, അതായത് 1 കോടി, 2 കോടി, 5 കോടി, 10 കോടിയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ആ സ്കീമിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി ഗവൺമെൻറ് കുറച്ചൊരു കൺസിഡറേഷൻ, പ്രത്യേകിച്ചും ഭാരതത്തെ സംബന്ധിച്ച് 40% ഇൻകം ഉണ്ടാകുന്നത് MSME സെക്ടറിൽ നിന്നാണ്. അപ്പോൾ ആ MSME സെക്ടറിന് കൂടുതൽ പ്രാധാന്യം നൽകണം. ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഏതാണ്ട് 103 കോടി രൂപ ഇപ്പോൾ കേരളത്തിന് തന്നെ ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക MSME സെക്ടറിന് വേണ്ടി. അപ്പോൾ പക്ഷേ അത് ഏതെല്ലാം ലെവലിലാണ്, സ്റ്റാർട്ടപ്പുകൾക്കായിരിക്കാം, പിന്നെ സ്ത്രീകളുടെ വ്യവസായ സ്ഥാപനങ്ങൾ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊത്ത് അതെല്ലാം കയറ്റുമതിയുമായിട്ട് അത്രയും ഡയറക്റ്റ്ലി ലിങ്ക്ഡ് അല്ല. എന്നാൽ കയറ്റുമതി ലിങ്ക്ഡ് ആയിട്ടുള്ള വ്യവസായങ്ങൾക്ക് ഇത്തരത്തിലുള്ള സപ്പോർട്ട് നൽകണം എന്ന് ഞങ്ങൾ സംഘടനാ തലത്തിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ GSTയുടെ ഒരു റാഷണലൈസേഷൻ, അതായത് ഇപ്പോൾ GSTയെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ഫ്രോസൺ ഫുഡ് മാനുഫാക്ചർ ചെയ്ത്, എല്ലാ ഫുഡും നിക്കാസു ഫ്രോസൺ ഫുഡ് എന്ന കമ്പനിയുടെ എല്ലാ ഫുഡും നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കയറ്റുമതി ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ലോക്കൽ സെയിൽസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊറോട്ടയ്ക്കൊരു GST റേറ്റ്, സമോസയ്ക്കൊരു GST റേറ്റ്, അത് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പം, നെയ്യപ്പം തുടങ്ങുന്ന ഇതിനെല്ലാത്തിനും വേരിയസ് ആയിട്ടുള്ള റേറ്റുകൾ ഇന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് GSTയിൽ.